അയ്യപ്പ സംഗമ മാതൃകയിലല്ല ന്യൂനപക്ഷ സംഗമം നടത്തുക എന്ന് സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം. ന്യൂനപക്ഷ സംഗമം അടുത്ത മാസം നടക്കുന്ന 33 സെമിനാറുകളുടെ ഭാഗമാണ്. ഓരോ വകുപ്പിന്റെയും ഭാവി പ്രവർത്തനം നിശ്ചയിക്കാനാണ് സെമിനാർ നടത്തുന്നതെന്നും വിശദീകരിക്കുന്നു സർക്കാർ. കെ സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുകയാണ്. സ്റ്റെഫിൻ, സർക്കാർ 33 സെമിനാറുകൾ, അതായത് 33 വകുപ്പുകൾക്കായി 33 സെമിനാറുകൾ നടത്താൻ വേണ്ടി പൊതുഭരണ വകുപ്പിന്റെ ഒരു സർക്കുലർ ഇറങ്ങിയിരുന്നു. അതിൽ കേരളത്തിലെ വിവിധ വകുപ്പുകളുടെ ഭാഗമായിട്ടുള്ള ഒരു വകുപ്പാണ് ന്യൂനപക്ഷക്ഷേമം. ന്യൂനപക്ഷക്ഷേമം എറണാകുളത്ത് ഒരു സെമിനാർ നടത്തുന്നുണ്ട്. ബാക്കി എല്ലാ വകുപ്പുകളും വിവിധ ഇടങ്ങളിൽ കേരളത്തിലെ 14 ജില്ലകളിലായി സെമിനാർ നടത്തുന്നുണ്ട്. അതിലൊരു സെമിനാർ മാത്രമാണിത് എന്നുള്ളതാണ് വിശദീകരിക്കുന്നത്. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ വിവിധ വകുപ്പുകളുടെ സെമിനാറുകൾ നടത്തുമെന്നുള്ളത് സർക്കാർ അറിയിച്ചിരുന്നു. മന്ത്രിസഭാ യോഗം അത്തരത്തിൽ തീരുമാനം എടുത്തിരുന്നു. കൃഷി, ടൂറിസം, അതുപോലെ ഓരോ വകുപ്പുകൾ പോലെ ഒരു വകുപ്പാണ് ന്യൂനപക്ഷേമവും. അത് എറണാകുളത്ത് സംഘടിപ്പിക്കുന്ന സെമിനാറിൽ 500 മുതൽ 1000 പേർ വരെ പങ്കെടുക്കുന്ന ഒരു സെമിനാറാണ്. അതിലാണ് ഇത്തരത്തിൽ വിഷൻ 2031 ഭാഗമായിട്ട് ഇതുവരെ നേടിയ വികസന നേട്ടങ്ങൾ, ഇനി ഭാവിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ ചർച്ചയാകുന്നത്. അങ്ങനെ നടത്തുന്ന ഒരു സെമിനാറിന്റെ ഭാഗമായിട്ട് ഈ ന്യൂനപക്ഷ സംഗമം മാറ്റുന്നതിന് വേണ്ടി, അത് അങ്ങനെ മാത്രം ആക്കുന്നതിന് വേണ്ടി ഒരു വിശദീകരണമാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നൽകിയിരിക്കുന്നത്. ആ ചർച്ചയിൽ, ആ സെമിനാറിൽ എന്തെങ്കിലും തരത്തിലുള്ള കൂടുതൽ കാര്യങ്ങൾ ഉയർന്നു വരികയാണ്, ചർച്ചയിൽ പുതിയ കാര്യങ്ങൾ ഉയർന്നു വരികയാണെങ്കിൽ മറ്റൊരു രീതിയിലേക്ക്, ഈ അയ്യപ്പ സംഗമത്തിന്റെ മാതൃകയിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രീതിയിലേക്ക് മാറ്റും. ഇപ്പോൾ ഏതായാലും നിലവിൽ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അയ്യപ്പ സംഗമം പോലെ ഒരു വലിയ പരിപാടിയായിട്ടല്ല, ഈ സെമിനാറിന്റെ ഭാഗമായിട്ട് ന്യൂനപക്ഷ സംഗമം ഒതുക്കുന്നതിന് വേണ്ടി തന്നെയാണ്. കെ സ്റ്റെഫിനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ന്യൂനപക്ഷ സംഗമമല്ല നടത്തുന്നത്, മറിച്ച് 33 സർക്കാർ വകുപ്പുകളും സെമിനാർ നടത്തുന്നുണ്ട് 14 ജില്ലകളിലായി. ആ 33 സർക്കാർ വകുപ്പുകൾ സെമിനാർ നടത്തുന്നത് പോലെയുള്ള ഒരു സെമിനാർ ന്യൂനപക്ഷ വകുപ്പിന്റെ ഭാഗമായിട്ട് നടത്തുന്നു. അതാണ് ന്യൂനപക്ഷ സംഗമമായി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടത് എന്നാണ് സർക്കാർ വിശദീകരിക്കുന്നത്. ഇടവേള.